പിങ്ക് പോലീസിനെതിരെ ആരോപണം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും അച്ഛനെയും മൊബൈൽ മോഷ്ടാക്കളാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. തിരുവനന്തപുരം തോന്നയ്ക്കലാണ് സംഭവം. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മേഡം കാണിക്കണ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അതെന്റെ വിഷ്വൽ എന്താണെന്ന് ഞാൻ കാണിച്ചത് മേഡത്തിന് അറിയിച്ചില്ല. ഒരു കൊച്ചുകുട്ടി മേഡം കാണിക്കണ്ടേ? ഞാൻ ഇത് ഈ വിഷ്വൽ മൊത്തം എന്റെ ഉണ്ട്. ഇവരവിടെ നിന്ന് നടന്ന് ഇവിടെ വന്നിട്ട് ഇവരിവിടെ വന്ന് ഈ കുട്ടിയും കൊണ്ട് അവിടെ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഈ വണ്ടിയിൽ അവരിവിടെ ഇല്ല. മേഡം വന്നപ്പോഴും മാറിയെന്നേ ഉള്ളൂ. അവിടെ നിന്ന് വണ്ടിയിൽ നിന്നൊന്നും ഒന്നും എടുത്തില്ല. ഞാൻ ഇവിടെ ഇരുന്നതിന് ശേഷമാണ് അവരിവിടെ വന്നത്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് സംഭവം? ഈ പരാതി എന്താണ്? പോലീസ് എങ്ങനെയാണ് ഇടപെട്ടത്? സനീഷ്, ഇന്നലെ വൈകുന്നേരത്ത് ആറ്റിങ്ങൽ കോരാണിക്ക് സമീപമായിരുന്നു ഈ സംഭവം നടന്നത്. ISROയുടെ കാർഗോ വാഹനം ഇന്നലെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു ഈ പിങ്ക് പോലീസ് സംഘം. ഇവരുടെ വാഹനം റോഡിന്റെ വശത്താണ് പാർക്ക് ചെയ്തിരുന്നത്. ഈ വാഹനത്തിന് സമീപം ഈ കുട്ടിയും മറ്റൊരാളും നിൽക്കുന്നത് കണ്ടാണ് ഈ വനിതാ പോലീസ് വാഹനത്തിനടുത്തേക്ക് വന്നത്. ആ സമയം കാറിന്റെ വിൻഡോ താഴ്ന്ന നിലയിലായിരുന്നു. ഈ വാഹനത്തിനടുത്തെത്തിയ ശേഷം വനിതാ പോലീസ് കാറിനുള്ളിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ തിടുക്കത്തിൽ നോക്കി. എന്നാൽ അപ്പോൾ പെട്ടെന്ന് ഈ ഫോൺ അവരുടെ കണ്ണിൽപ്പെട്ടില്ല. ഈ സമയത്ത് ഈ വാഹനത്തിൽ നിന്ന് ഇവർ ഫോൺ എടുത്തുവെന്നോ അത് കണ്ടുവെന്നും ആരോപിച്ചുകൊണ്ട് ഇവരോട് തട്ടിക്കയറുകയും അവരുടെ ദേഹപരിശോധന നടത്തുകയും ചെയ്തു. ഈ സമയം ഈ പെൺകുട്ടി പേടിച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നും ഈ പോലീസ് വകവച്ചിരുന്നില്ല ഫോൺ. എന്നാൽ ഈ ഫോണിലേക്ക് പിന്നീട് വിളിച്ചപ്പോൾ ഈ ഫോൺ കാറിനുള്ളിൽ നിന്ന് ഇവർക്ക് ലഭിച്ചു, പോലീസിന് ലഭിച്ചു. ഇതോടെ ഈ സ്ഥലത്തുണ്ടായിരുന്ന കുറച്ച് യുവാക്കൾ മൊബൈൽ ഫോണിൽ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഇത് പോലീസിനെതിരെ തിരികുകയും ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. സനീഷ്, ശരി. ഈ പോലീസിന്റെ ഈ ഒരു പെരുമാറ്റത്തിന് ഇരയായ ആള് പരാതി കൊടുത്തിട്ടോ മറ്റോ ഉണ്ടോ? ഇത് സംബന്ധിച്ച് ഇതുവരെയും പോലീസിൽ പരാതി നൽകിയില്ല. എന്നാൽ ബാലാവകാശ കമ്മീഷന്റെ വിഷയത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ശരി ശരി. മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നാരോപിച്ച് ദേഹപരിശോധന നടത്തുകയാണ് ചെയ്തത് പോലീസ്. ഈ കുട്ടി നിൽക്കുമ്പോഴായിരുന്നു പരിശോധന. അതിൻ്റെ വിവരങ്ങളാണ് അഭിലാഷ് നൽകിയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ